ഹായ്, ഞാൻ ഡോക്ടർ സഫിയ സദാക്കർ, കാരിത്താസ് മാതാ ഹോസ്പിറ്റലിലെ ഫിസിഷ്യനാണ്. 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും ഒരു എൻഡ് സ്റ്റേജ് ക്യാൻസർ പോലെ കണ്ടിരുന്ന ഒരു ഫേറ്റൽ ഡിസീസായിരുന്നു ഡയബറ്റിസ് മെലൈറ്റസ് എന്ന് പറയുന്നത്. ഡയബറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഡയബറ്റിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പല പല അവയവങ്ങളിലും പോയി എഫക്റ്റ് ചെയ്യും. പ്രധാനമായിട്ടും കണ്ണിനെ എഫക്റ്റ് ചെയ്യും, അത് ഹാർട്ടിനെ എഫക്റ്റ് ചെയ്യാം, അത് കിഡ്നീനെ എഫക്റ്റ് ചെയ്യാം, കാലുകളെ എഫക്റ്റ് ചെയ്യാം, ഞരമ്പുകളെ എഫക്റ്റ് ചെയ്യാം, പലതിനെയും എഫക്റ്റ് ചെയ്യാവുന്ന ഒരു അസുഖമാണ് ഈ ഡയബറ്റിസ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പാൻക്രിയാസ് എന്ന് പറഞ്ഞ ഗ്രന്ഥിയുണ്ട്. ആ ഗ്ഗ്രന്ഥിയിൽ നിന്നാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഒന്നെങ്കിൽ അതിൻ്റെ ആബ്സല്യൂട്ട് ഡെഫിഷ്യൻസി, അതായത് തീരെ ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ അത് ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല, പ്രോപ്പർ യൂട്ടിലൈസേഷൻ നടക്കുന്നില്ല. അതിനാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും കാരണമാണ് പ്രധാനമായിട്ടും ഒരാൾക്ക് ഡയബറ്റിസ് ഡെവലപ്പ് ചെയ്യുന്നത്. രണ്ട് തരം ഡയബറ്റിസ് പേഷ്യൻസ് ആണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ടൈപ്പ് 1 ഡയബറ്റിസും ടൈപ്പ് 2 ഡയബറ്റിസും. ടൈപ്പ് 1 എന്ന് പറയുന്നത് കൂടുതലും കുട്ടികളിൽ കണ്ടുവന്നിരുന്ന ഒരു ഡയബറ്റിസ് ആണ്. അവർക്കാണ് കൂടുതൽ ഇൻസുലിൻ്റെ ആവശ്യകത കൂടുതലായിട്ട് കാണുന്നത്. നമ്മൾ കൂടുതലായി കണ്ടുവരുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് ടൈപ്പ് 2 ഡയബറ്റിസുകളാണ്. നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അവയർനെസ് വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പില്ലേഴ്സാണ് ഡയബറ്റീസിനുള്ളത്. 1 എന്ന് പറയുന്നത് ഡയബറ്റിക് അവയർനെസ് ആണ്. 2 എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റ്, 3 എക്സസൈസ്, 4 എന്ന് പറയുന്നത് ഇൻസുലിനും മരുന്നുകളുമാണ്. അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസൈസ് എന്ന് പറയുമ്പോൾ മിനിമം ഒരു 150 മിനിറ്റ്സ് പെർ വീക്കാണ് നമുക്കൊരു എക്സസൈസ് ടാർഗറ്റ് മിനിമം പറയുന്നത്. അത്രയെങ്കിലും എക്സസൈസ് നമ്മൾ ചെയ്യണം. ഡയറ്റിൻ്റെ അകത്താണെങ്കിൽ നമ്മൾ അറിയാവുന്ന ഓബ്വിയസ് ഷുഗേഴ്സ് എല്ലാം കട്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുക. ചിട്ടയായ ആഹാരത്തിലൂടെയും കൃത്യമായ വ്യായാമത്തിലൂടെയും ഒരു പരിധി വരെ നമുക്ക് ഡയബറ്റിസിനെ നിയന്ത്രിക്കാൻ സാധിക്കും. ഈ വേൾഡ് ഡയബറ്റിസ് ഡേയിൽ നമുക്കെല്ലാവർക്കും ചേർന്ന് ഡയബറ്റിസിനെതിരെ പോരാടാം.